ഹലോ, ഞാൻ ഷെജ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ബാഗ് ഇതാണ് കേട്ടോ, സ്കൂൾക്ക് വേണ്ടി. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് സിബൊക്കെ പൊട്ടിപ്പോയി. അതുപോലെ തന്നെ അതിന് സ്ട്രാപ്പ് ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സൊക്കെ ആയി. അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് മേടിച്ചിട്ടുള്ളത് മക്കരപ്പറമ്പെന്നാണ്. ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ ആണ് ശരിക്കും ഇതുള്ളത്. ബട്ട് വീഡിയോയിൽ കാണാം ഒന്നും കൂടെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ്. ഈ ബാഗിലാരും എനിക്കിഷ്ടമായത് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയാണ്. കാരണം അതിൻ്റെ മെറ്റീരിയൽ ഒരു ക്ലോത്ത് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇത് കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും. അതുകൊണ്ട് എനിക്ക് ആ മെറ്റീരിയലാണ് ഒന്നും കൂടെ ഇഷ്ടമായത്. അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ 2 സിബും പൊട്ടിയുണ്ട്. പിന്നെ ആനുവൽ ഡേക്ക് പോയിന ടൈമിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇതൊന്ന് മിസ്സായി പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗിൻ്റെ പഴയ സ്ട്രാപ്പ് ഇട്ട് കൊടുത്തേക്കാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബട്ട് അത് ഇതിന് ഒട്ടും മാച്ചല്ല. കളർ വൈസ് ഓക്കെ ആണ്, അത് സീനൊന്നുമില്ല. ബട്ട് അതിൻ്റെ സൈസ് കുറച്ചുകൂടി ബിഗ്ഗറാണ്. അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നറ്റ് അതിൽ ഫിറ്റ് ആവില്ല. പിന്നെ നോട്ട് ബുക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ പെൻസിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പെന്നിൻ്റെ സെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു, അതൊന്ന് പോയി ചെക്ക് ചെയ്തൊക്കെ കേട്ടോ. പിന്നെ ഒരു A4 ഷീറ്റിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ട്, അത് നല്ല ആവശ്യം വരും സ്കൂൾ ടൈമിലൊക്കെ. അപ്പോൾ വെറുതെ വേഗം ഫ്രീ ആക്കിയിട്ടുണ്ടാ വിചാരിച്ചിട്ട് ഞാൻ ക്രോഷ്യ ചെയ്തിട്ട് ഒരു കിച്ചൺ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഇത് അതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് കാലമായിട്ടോ ചെയ്തിട്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയാണ്. ബട്ട് അതന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. ഇത് അമിക്കുർമി എന്നാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ്റെ പേര് വരുന്നത്. അതിന് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ക്യൂട്ട് ബണ്ണിനെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന സ്മോൾ സൈസിൽ കുറേ ഒന്ന് ചെയ്തതാണിത്. അപ്പം അതിന് നോട്ടൊക്കെ മറന്നു പോയിട്ടുണ്ട്. എനിക്ക് ഒന്നും ഓർമ്മയില്ല കേട്ടോ, ഞാൻ കുറേ നേരം നോക്കിയിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഇനി അത് ചെയ്യുന്ന കാണിക്കാം. ഞാനിത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ക്രോഷറ്റിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എൻ്റെ ഫോണിലത്തെ സ്റ്റോറേജ് അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കും, ബട്ട് അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഫോണിലത്തെ കുറേ ഡിലീറ്റൊക്കെ ആക്കി ഇപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോറേജൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഇനി സ്കൂളൊക്കെ തുറക്കുകയാണ്, എനിക്കറിയില്ല എത്രത്തോളം പറ്റുന്നൊന്നും. അപ്പോൾ ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാൻ ഷോർട്സൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എടുക്കുന്ന ടൈമിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ലൈറ്റ് ആവില്ല. അപ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്ത മുതലേ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും സ്റ്റാർട്ടായി. ഞാൻ ഇരിക്കണ ഭാഗത്തേക്കൊക്കെ കുഞ്ഞു ഡ്രോപ്സൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെറ്റീരിയൽസിലൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നപ്പോൾ അങ്ങോട്ടും വരലൊക്കെ തുടങ്ങി, ആകെ സീനായിരുന്നു. ഞാൻ എപ്പോൾ ക്രോഷറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഫ്രണ്ടത്തിലേറെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട്, അതിൻ്റെ പുറത്തിലേറെ ഒന്നും കൂടെ ആയിട്ട്. ഞാൻ കഴിക്കാനൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഇതിന് ഭയങ്കര മഴയായി. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യണുള്ളൂന്ന്, ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി ചെയ്യുന്നത് ബാക്കിൽ വെക്കാൻ വേണ്ടി ക്ലേ പിൻസ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കാൻ വേണ്ടി മാറ്റ് ഞാൻ തിരിച്ചിടാൻ ചെയ്തത്, കാരണം മാറ്റ് മായാൽ പിന്നെ പോവില്ല. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തതാണ്, അപ്പോൾ അത് തിരിച്ചിടാറുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മൾ എങ്ങനെയാണോ ഷോപ്സിൽ നിന്നൊക്കെ ഡ്രൈ ക്ലേ മേടിക്കാറ് അതേപോലെ തന്നെയാണ്, എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് യൂസ് ആക്കാറുള്ളത്.
അത് നന്നപോലെ തന്നെ കട്ടി മാറ്റുമ്പോൾ ഇത് ആയിരുന്നു. അപ്പോൾ ഞാനത് പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. പിന്നെ കവറാണ് യൂസ് ചെയ്തത് ബാക്കിൽ വെക്കുക, കാരണം അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീലായി കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു റെയിൻബോ ആണ്. പിന്നെ എക്സ്ട്രാ വന്ന ക്ലേ കൊണ്ട് ഒരു ഫോട്ടോ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലേ പെൻസായിട്ട് സ്ട്രോബെറിയും ഒരു അവക്കാഡോയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എൻവലപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വന്ന ക്ലേ കൊണ്ട് ഒരു മിനി ഡെക്കോർ ചെയ്തിട്ടുണ്ട്, ഒരാളിങ്ങനെ ഇരിക്കുന്ന പോലെ. അതിൻ്റെ സൈഡിൻ്റെ ടേബിളിൽ വെക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ ഷൂ പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു മിനി ബൗളും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിന് പെയിൻറ്റ് ചെയ്യുന്ന കാണിക്കാം. ഞാൻ എൻ്റെ ബാഗ് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പറ്റിയ കളർ തീമിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കിയിട്ട് എനിക്ക് ഒരു കളർ തീം കിട്ടിയപ്പോൾ ഞാൻ അതാണ് ചെയ്തത്. പിന്നെ എല്ലാത്തിനും ഞാൻ പിന്നെ വിചാരിച്ചു ഫസ്റ്റ് ഒന്ന് വൈറ്റ് ബേസ് കോട്ട് അടിക്കാമെന്ന്. കാരണം ഇപ്പോൾ ഞാൻ റെയിൻബോനെ ചെയ്തപ്പോൾ അത് ഭയങ്കര പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയത്തെ ഭാഗമൊക്കെ നല്ലപോലെ കാണണം പോലെ തോന്നി. അതായത് എനിക്ക് ഒരു കോട്ടും കൂടി ഇനി അതിനെ അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കരുതി ഇനി എല്ലാത്തിനും ഫസ്റ്റ് വൈറ്റ് കളറൊന്ന് ബേസ് കോട്ട് അടിച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കൊന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുന്ന പോലെ ഫീലായി. ഞാനൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ആ ബോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ മറന്നുപോയി. അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് എനിക്ക് ഗോൾഡ് കളർ വെച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് റെയിൻബോയിൽ. പിന്നെ എനിക്ക് സ്ട്രോബെറി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പെയിൻറ്റ് ചെയ്തതും മേക്ക് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഒന്നും ബാക്കിൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, കാരണം അവിടെ പിന്നെ ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു എൻവലപ്പ് ഒരു ക്രീം കളറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ ഫോട്ടോ സ്റ്റാൻഡ്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. പിന്നെ ഡെക്കോറും സെറ്റായിട്ടുണ്ട്. അതെനിക്ക് സ്റ്റഡി ടേബിളും അങ്ങനെ ഇരുത്തി വെക്കാൻ, ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടി ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് ചെയ്യല്. അതിൻ്റെ ഇത് ചെയ്യുന്ന ടൈമിൽ തന്നെ പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അത് പൊട്ടിപ്പോരാറുണ്ട് കേട്ടോ. ഞാൻ അതിന് മുന്നേ അങ്ങനെ ചെയ്തപ്പോൾ ഇതിൽ തന്നെ ഫിക്സ് ആക്കി കൊടുത്തപ്പോൾ അത് പൊട്ടിപ്പോരുന്ന പോലെ തോന്നി. ഇതെങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ അവിടെ ഇങ്ങനെ ഞാൻ താത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫോട്ടോ അങ്ങനെ ഇറക്കി കൊടുത്താൽ അവിടെ പെർഫെക്റ്റായിട്ട് തന്നെ നിന്നോളും. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. ബൈ.